ഹായ് എവ്രി വൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതിനായി 3 വലിയ ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടി അരിഞ്ഞത്, പിന്നെ 3 സവാള, 3 തക്കാളി, 7 പച്ചമുളക്, 9 വെളുത്തുള്ളി തൊലിയോട് കൂടിയുള്ളത്, കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും. കുക്കറിലാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1.5 കപ്പ് വെള്ളം, അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇടുക. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാൻ വെക്കുക. ഒരു വിസിലായിട്ടുണ്ട്, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങ് വെള്ളം ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഞാൻ സെയിം കുക്കറിൽ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എണ്ണ ചൂടാവാൻ വെക്കാം. അതിലോട്ട് സവാള അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അതിനുശേഷം പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് വഴറ്റാം. പിന്നെ തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പം അതിലോട്ട് മല്ലിയിലും കറിവേപ്പിലയും ഇടാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ, ഏകദേശം ഒരു 2-3 മിനിറ്റ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് മുളക് പൊടി എല്ലായിടത്തും എത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാരണം ഇവിടെ ഉരുളക്കിഴങ്ങിന് ചിക്കൻ മസാല ഇട്ടാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, കാരണം ഈ മുളക് പൊടിയുടെ ആ പച്ചമണക്ക് മാറണ്ടേ. അതുകൊണ്ട് വേവിക്കാൻ വെക്കാം. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മളുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട്. സെർവ് ചെയ്യാം നമുക്ക്. കാണാൻ കുറച്ച് ഭംഗിക്ക് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ വിതറിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.